എൻ്റെ വാലറ്റ് വാങ്ങിക്കുന്ന ആദ്യത്തെ ഒരു 10 പേർക്ക് 1000 യൂറോ ഞാൻ തിരിച്ചു തരും. ക്യാഷ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ തരും. അത്രേ ഉള്ളൂ. ഹായ് സുഹൃത്തുക്കളെ, ലൊക്കേഷനൊന്ന് മാറ്റി ഒരു കാര്യം ആദ്യമേ സൂചിപ്പിച്ചോട്ടെ. നിങ്ങൾ ആരെങ്കിലും ഇത് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് പേജ് ഫോളോ ചെയ്ത് പോവുക. എൻ്റെ വാലറ്റ് ഫ്രീ ആയിട്ട് കിട്ടാനുള്ളൊരു അവസരം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഇത് ചെയ്യുന്നതിലൂടെ ഉണ്ടാവും. ഒരു 1000 യൂറോയോ 500 യൂറോയോ അല്ലെങ്കിൽ 100 യൂറോയോ നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു അവസരം ഈ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റോ ലൈക്കോ ചെയ്യുന്നതിലൂടെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ പോകാം. അതായത് സുഹൃത്തുക്കളെ, എൻ്റെ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വലിയ സംഭവമൊന്നുമില്ല. ഞാൻ കുറേ നാളായിട്ട് പറയുന്നു, അതാ ഇപ്പം പറയാം. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ വന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനും ഇൻസ്റ്റഗ്രാമിലെ ഈ വീഡിയോയിൽ ഒരു കമൻറ്റ് ഇടാനും പേജ് ഫോളോ ചെയ്യാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു വാലറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുമല്ലാതെ ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് നിങ്ങൾക്കുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ 3 വർഷമോ 5 വർഷമോ വെയിറ്റ് ചെയ്യണം. പക്ഷെ അതല്ലാതെ തന്നെ നിങ്ങൾക്കൊരു ഇമ്മീഡിയറ്റ് ഒരു അഡ്വാൻറ്റേജ് എൻ്റെ വാലറ്റ് വാങ്ങിക്കുന്നതിലൂടെയുണ്ട്. ഇതിപ്പം എനിക്ക് മാത്രമല്ലല്ലോ, ആർക്കും ചെയ്യാവുന്ന കേസാണ്. ഇപ്പം ഞാനിവിടെ വാലറ്റ് ഇരുന്നുണ്ടാക്കി, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇതേ സ്ട്രാറ്റജി ഒന്നുമെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിൽ മോഡിഫൈ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇതുപോലെ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഉള്ള ജോലി താല്പര്യമില്ലാതെ വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്നോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണമെന്നോ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി, ഒരു മെത്തേഡാണ് ഞാൻ ഇതിലൂടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി, ഈ ഒരു മെത്തേഡ് വിജയിക്കേണ്ടത് എൻ്റെ മാത്രമല്ല, നമ്മുടെ ഇതേപോലെയുള്ള ഒരുപാട് ആളുകളുടെ ആവശ്യമാണ്. സംഭവം ഇത്രേ ഉള്ളൂ. ഞാൻ വീട്ടിലിരുന്ന് കുറച്ച് ലെതർ വാലറ്റ്സ് ഉണ്ടാക്കും. അതിനൊരു പർട്ടിക്കുലർ വിലയിടും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 70 യൂറോ എന്ന് വിചാരിക്കുക. അത് വാങ്ങിക്കുന്ന ഒരാൾക്ക് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ ഒരു 1000 യൂറോ ഞാൻ തിരിച്ചു കൊടുക്കും. അത് ആ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് 5 വർഷമാണ്. 5 വർഷം ഒത്തിരി വലുതാണ്, പക്ഷേ അതിന് കുറച്ച് ഷോർട്ട് കട്ടുകളുണ്ട്, ഞാൻ പറയാം. അതായത് ഞാൻ ഉണ്ടാക്കുന്ന ഈ വാലറ്റ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് 2 അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്. ഒന്നൊരു ഇമ്മീഡിയറ്റ് അഡ്വാൻറ്റേജ്, രണ്ടാമത്തത് ഒരു കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു അഡ്വാൻറ്റേജ്. അത് ഞാൻ ആദ്യം പറഞ്ഞു. രണ്ടാമത്തതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതായത് ഒരു 1000 യൂറോ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഒരു മാർഗ്ഗമുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതായത് എൻ്റെ ബിസിനസ് നന്നായിട്ട് പോവുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ബിസിനസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മുമ്പത്തെ വീഡിയോയിൽ. എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് യൊമാറ്റി ഫാഷൻ്റെ പ്രോഡക്റ്റുകളായിട്ടുള്ള തുടക്കത്തിലുള്ളത് ക്യാപ്പുകളാണ്. പിന്നീട് അതിനുശേഷം ടീഷർട്ടുകൾ വരാം, മറ്റ് ജീൻസ് വരാം, ഫുട് വെയേഴ്സ് വരാം, അങ്ങനെ പലതും വരാം. ഇതെങ്ങനെ പോകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷേ എൻ്റെ ആ പ്രോഡക്റ്റുകൾ ഷോക്കേസ് ചെയ്യാനുള്ളൊരു മാർഗമായിട്ടാണ് ഞാൻ ഈ വാലറ്റ് ക്രിയേഷൻ കൊണ്ടുവരുന്നത്. അതായത് എൻ്റെ പ്രോഡക്റ്റുകളെ ഷോക്കേസ് ചെയ്യാനുള്ള, അതിന് നാച്ചുറലി ഓർഗാനിക്കലി അതിന് ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് ഒരു പാർട്ട് ടൈമായിട്ട് ഞാൻ ചെയ്യുന്ന വാലറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ വാലറ്റിനും ഒരു പ്രത്യേകതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതൊരു പ്രത്യേക രീതിയിലാണ് ഞാൻ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒരുപാട് പ്രൊഡക്ഷൻ എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, കാരണം ഞാൻ വീട്ടിലിരുന്ന ഒരു പാർട്ട് ടൈമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ പലതവണ പറഞ്ഞതാണ്. ഞാൻ ഉണ്ടാക്കുന്ന വാലറ്റുകൾ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത കുറേ മാസങ്ങളിലേക്ക് ഒരു വാലറ്റ് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും. അതേപോലെ തന്നെ ബാക്കി ഉണ്ടാക്കുന്ന വാലറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അത് ഇൻസ്റ്റഗ്രാമിലൂടെ മാത്രമേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ഇൻസ്റ്റഗ്രാമിൽ എല്ലാ മാസവും ആ വാലറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഒരു പ്രത്യേക വീഡിയോയോ പോസ്റ്റോ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വാലറ്റ്സിൽ ആദ്യത്തെ ഒരു 10 വാലറ്റിന് മാത്രമേ ഉള്ളൂ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരിക്കുകയുള്ളൂ. സംഭവം ഇത്രേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ വാലറ്റ് വാങ്ങിക്കുകയോ അതോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ഓഫർ വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു 1000 യൂറോ തിരിച്ചു തരും. എങ്ങനെയാണ് തിരിച്ചു തരുന്നത്? കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. 5 വർഷം കഴിയുമ്പോൾ എൻ്റെ ചാനലുകളെല്ലാം കൂടി ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും അതുപോലെ ടിക്ടോക്കും എല്ലാം കൂടി ഒരു 500K ഫോളോവേഴ്സ് എനിക്കുണ്ടെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ആദ്യത്തെ 10 പീസ് വാങ്ങിച്ചതോ അതോ എല്ലാ മാസവും ഓരോ വാലറ്റ് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ ആദ്യത്തെ 10 എണ്ണത്തിൽ നിങ്ങൾക്ക് ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ 500K ഫോളോവേഴ്സ് എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പേജുകളിൽ കൂടി ഉണ്ടാകുകയാണെങ്കിൽ 1000 യൂറോ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് ഞാൻ തിരിച്ചു തരും. അത്രേ ഉള്ളൂ. അതായത് എൻ്റെ ബിസിനസ്സിൻ്റെ തുടക്കകാലത്ത് എന്നെ സഹായിച്ച, എന്നെ സപ്പോർട്ട് ചെയ്യുകയും എനിക്ക് വേണ്ടിയിട്ട് പൈസ ഇറക്കാൻ സഹായിക്കുകയും ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കും ആദ്യത്തെ ഒരു 10 പേർക്ക് എൻ്റെ വാലറ്റ് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നവർക്ക് 5 വർഷം കഴിയുമ്പോൾ 1000 യൂറോ ഞാൻ തിരിച്ചു തരും. ക്യാഷ് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ തരും. അത്രേ ഉള്ളൂ.
പക്ഷേ 5 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ കാലാവധിയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ 500K ആയില്ലെന്ന് വിചാരിക്കുക, 250K ഫോളോവേഴ്സേ ഉള്ളൂ എനിക്ക് എല്ലാത്തിലും കൂടി ഉണ്ടായിട്ടുള്ളതെങ്കിൽ 1000 യൂറോയ്ക്ക് പകരം 500 യൂറോ ഞാൻ തിരിച്ചു തരും. ഇനി അതും പോട്ടെ, എല്ലാ സോഷ്യൽ മീഡിയ പേജുകളിലും കൂടി എനിക്ക് 100K ഫോളോവേഴ്സേ ആവുന്നുള്ളൂ എന്ന് വിചാരിക്കുക. ഈ ആദ്യത്തെ 10 വാലറ്റ് കിട്ടിയ എല്ലാവർക്കും 100 യൂറോ വെച്ച് ഞാൻ തിരിച്ചു തരും. ഇനി വേറൊരു ബോണസ് ഉണ്ട്. അതായത് ഈ 500K എന്ന് പറയുന്നത് 5 വർഷമാണ് ഞാൻ പറഞ്ഞത്. ഈ 5 വർഷത്തിന് മുമ്പ് ചിലപ്പോൾ ഇത് 500 ആവാം, ചിലപ്പോൾ അതിനേക്കാളും കൂടിപ്പോകും. അതായത് ഒരു 1 മില്യൺ ഫോളോവേഴ്സ് ഒരു 3 വർഷത്തിനുള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ ഈ പറഞ്ഞ 1000 യൂറോ ആദ്യം എൻ്റെ വാലറ്റ് കരസ്ഥമാക്കിയ അവർക്ക് ഞാൻ 1000 യൂറോ വെച്ച് 3 വർഷം കഴിയുമ്പോൾ, അതായത് ഞാൻ റിലീസ് ചെയ്യുന്ന ഓരോ മാസമുണ്ട്, അത് കഴിഞ്ഞുള്ള എല്ലാ 3 വർഷം കഴിയുമ്പോൾ ആ പർട്ടിക്കുലർ മന്തിൽ ഈ കിട്ടിയവർക്ക് 1000 യൂറോ വെച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് തരും. അതായത് നിങ്ങളിപ്പോൾ വാലറ്റ് പർച്ചേസ് ചെയ്യുകയോ അതോ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ലൈവിലൂടെ ഡ്രോയിലൂടെ നിങ്ങൾ വിജയിയാകുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വാലറ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതോടൊപ്പം തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സമ്മാന കൂപ്പണും നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ ഞാൻ 500K ആവുകയാണെങ്കിൽ 5 വർഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് 1000 യൂറോ കിട്ടും. അതല്ല ഞാൻ 250K ഫോളോവേഴ്സ് എനിക്കാവുന്നുള്ളതെങ്കിൽ നിങ്ങൾക്ക് 500 യൂറോ കിട്ടും. ഇനി അതും പോട്ടെ, 100K ഫോളോവേഴ്സ് എനിക്കാകുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 10 വാലറ്റ് കിട്ടിയ എല്ലാവർക്കും 100 യൂറോ വെച്ച് ഞാൻ അങ്ങോട്ട് തരും, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരും. മാത്രമല്ല ഈ 10 വാലറ്റ് ഉണ്ടാക്കിയ ശേഷം ഞാൻ നിർത്താൻ പോവില്ല. അതിനുശേഷം പുതിയ വേറെ ഓഫർ ഉണ്ടാവും, തീർച്ചയായിട്ടും വേറെ ഓഫർ ഉണ്ടാവും. അത് പക്ഷേ ഇത്രയും വലിയൊരു ഓഫർ ആയിരിക്കത്തില്ല. കാരണം എൻ്റെ ഏറ്റവും തുടക്ക സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത ആളുകൾക്കായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ റിവാർഡ് ഞാൻ വളരുകയാണെങ്കിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതുമല്ലാതെ ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് നിങ്ങൾക്കുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ 3 വർഷമോ 5 വർഷമോ വെയിറ്റ് ചെയ്യണം. പക്ഷെ അതല്ലാതെ തന്നെ നിങ്ങൾക്കൊരു ഇമ്മീഡിയറ്റ് ഒരു അഡ്വാൻറ്റേജ് എൻ്റെ വാലറ്റ് വാങ്ങിക്കുന്നതിലൂടെ. അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾക്കൊരു സോഷ്യൽ മീഡിയ പേജ് ഉണ്ടെങ്കിൽ, ഒരു പബ്ലിക് പേജ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കതിലൊരു ബിസിനസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ്സോ, അതിപ്പോൾ ഓൺലൈൻ ബിസിനസ്സോ ഓഫ്ലൈൻ ബിസിനസ്സോ എന്തെങ്കിലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേക്ക്, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്കോ നിങ്ങളുടെ വൈഫിൻ്റെ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കോ നിങ്ങൾക്ക് എൻ്റെ വാലറ്റ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ ഈ ഒരു വാലറ്റ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ആദ്യത്തെ ഒരു 10 പീസാണ് നിങ്ങൾ സ്വന്തമാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോണസ് പ്രൈസ്, അതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബമ്പർ പ്രൈസ് കിട്ടാനുള്ള ഒരു സാധ്യതയും നിങ്ങൾ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ ഞാൻ പ്രൊമോട്ട് ചെയ്യും. നിങ്ങൾക്കിപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ബിസിനസ്സോ ഓഫ്ലൈൻ ബിസിനസ്സോ ആയിക്കോട്ടെ, ആ പേജോ അല്ലെങ്കിൽ ആ ബിസിനസ്സോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾ എൻ്റെ വീഡിയോസിൽ നിങ്ങളുടെ പേജോ നിങ്ങളുടെ ബിസിനസ്സോ ഞാൻ ഷോക്കേസ് ചെയ്യും. അത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാലറ്റ് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ ആ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ തീർച്ചയായിട്ടും പല റീൽസിലൂടെയും അതുപോലെ യൂട്യൂബിൽ വലിയ വീഡിയോ ആയിട്ടും ഇടും. അതിലൊക്കെ നിങ്ങളുടെ പേരോ നിങ്ങളുടെ സ്ഥാപനങ്ങളോ നിങ്ങളുടെ ബിസിനസ്സോ ഞാൻ മെൻഷൻ ചെയ്യുകയും അതുപോലെ തന്നെ എൻ്റെ സ്റ്റോറീസിൽ മെൻഷൻ ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ പ്രൊഫൈൽ പേജോ നിങ്ങളുടെ ബർത്ത്ഡേയോ നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയോ അത് ഒന്നെങ്കിൽ നിങ്ങളുടെ പർട്ടിക്കുലർ ഡേയിൽ ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ ഞാൻ വീഡിയോ റിലീസ് ചെയ്യും. അല്ല എങ്കിൽ ബിസിനസ് ആണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സോ പേജോ ആണെങ്കിൽ അതനുസരിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ റിലീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു പേഴ്സ് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളുടെ പേജും നിങ്ങളുടെ സ്പെഷ്യൽ ഒക്കേഷനും ഞാൻ മെൻഷൻ ചെയ്യുകയോ അതിനെ പ്രൊമോട്ട് ചെയ്യുകയോ അതിനെ ഷോക്കേസ് ചെയ്യുകയോ ചെയ്യും. അതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു ഇമ്മീഡിയറ്റ് അഡ്വാൻറ്റേജ് എൻ്റെ വാലറ്റ്സ് വാങ്ങിക്കുന്നതിലൂടെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രീതിയിൽ എൻ്റെ വാലറ്റ്സുകൾ സെല്ലൗട്ട് ചെയ്യാനും സാധിക്കും, നിങ്ങളുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും, എൻ്റെ ബിസിനസ്സും അതോടെ വളരുകയും ചെയ്യും. എൻ്റെ ആക്ച്വൽ ബിസിനസ് പ്രോഡക്റ്റുകളായിട്ടുള്ള ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ക്യാപ്പും അതുപോലെ തന്നെ പിന്നീട് ഭാവിയിൽ വരാൻ പോകുന്ന പ്രോഡക്റ്റുകളും ഇതിലൂടെ തന്നെ ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ സ്ട്രാറ്റജി. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ചിന്തിച്ചപ്പോഴത്തേക്കും ഞാൻ ഓർത്തു, ഇതിപ്പം എനിക്ക് മാത്രമല്ലല്ലോ, ആർക്കും ചെയ്യാവുന്ന കേസാണ്. ഇപ്പം ഞാനിവിടെ വാലറ്റ് ഇരുന്നുണ്ടാക്കി, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മെഴുകുതിരി ഉണ്ടാക്കിയാൽ മതി, എന്നിട്ട് അത് നിങ്ങളുടെ പേര് ബ്രാൻഡ് ചെയ്യുക. ആ ഒരു ബ്രാൻഡ് ചെയ്ത സാധനം നിങ്ങൾ ഇതുപോലെ തന്നെ എൻ്റെ ഈ ഒരു സ്ട്രാറ്റജി അതേപോലെ കോപ്പി ചെയ്യുകയോ അതേ ബ്രാൻഡിൻ്റെ പേരിൽ നിങ്ങൾക്ക് മറ്റ് പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാനും സാധിക്കും. അതായത് നിങ്ങൾക്ക് ടെക്സ്റ്റൈലോ ക്യാപ്പോ എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് ജുവലറീസോ എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും ആ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റുകൾ നിങ്ങൾ ഈ രീതിയിൽ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു കാര്യം ചെയ്യുക, അതിൻ്റെ ഒരു ബ്രാൻഡാക്കുക.
ആ ബ്രാൻഡിൻ്റെ കണ്ടൻറ്റുകൾ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ അതേ ബ്രാൻഡിൻ്റെ പേരിലുള്ള മറ്റ് പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഷോക്കേസ് ചെയ്യാനും സാധിക്കും. ഇതേ സ്ട്രാറ്റജി ഒന്നുമെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിൽ മോഡിഫൈ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഈ സ്ട്രാറ്റജിയിൽ ചിലപ്പോൾ തെറ്റുകൾ വരാം, ചിലപ്പോൾ മോഡിഫിക്കേഷൻസ് വരുത്തിയ ആളുകൾക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ ആദ്യത്തെ വാലറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ആ വാലറ്റ് നിങ്ങൾ ഫോളോവേഴ്സിന് ആർക്കെങ്കിലും, പ്രത്യേകിച്ചും ഓർക്കുക, ഇൻസ്റ്റഗ്രാമിലെ ഫോളോവേഴ്സിന് മാത്രമേ ഉള്ളൂ ഈ ഒരു വാലറ്റ്. കാരണം ഇത് ഒരു വാലറ്റേ ഉള്ളൂ, എല്ലാ ചാനലുകളും കൊടുക്കാൻ സാധിക്കില്ല. ഇൻസ്റ്റഗ്രാമിലെ ഫോളോവേഴ്സിന് മാത്രമായിരിക്കും ഈ ഒരു വാലറ്റ് കിട്ടാനായിട്ട് യോഗ്യത ഉണ്ടായിരിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ വന്ന് ഈ പർട്ടിക്കുലർ വീഡിയോയിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. ഈ വീഡിയോ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ മതി. അടുത്ത മാസം 24-ാം തീയതി, അതായത് ജൂൺ 24-ാം തീയതി വൈകുന്നേരം ഞാൻ ഇൻസ്റ്റഗ്രാമിലൂടെ എൻ്റെ 2ാമത്തെ ഇൻസ്റ്റഗ്രാം ലൈവ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് എടുത്ത്, ഇൻസ്റ്റഗ്രാമിലെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് എടുത്ത് അതിൽ വന്നിരിക്കുന്ന ഒരു കമൻറ്റ് ഞാൻ പിക്ക് ചെയ്യും. ആ കമൻറ്റ് പിക്ക് ചെയ്ത ആൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും, അയാൾ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് എൻ്റെ ആദ്യമായിട്ടുണ്ടാക്കിയ എൻ്റെ ഈ വാലറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ അഡ്രസ്സിൽ അയച്ചു തരികയും അതോടൊപ്പം തന്നെ ഒരു 1000 യൂറോ കിട്ടാനുള്ള ഒരു കൂപ്പണും നിങ്ങൾക്കുണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റ് പോസിബിലിറ്റീസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സ്ട്രാറ്റജി കോപ്പി ചെയ്യാനായിട്ടും ഫോളോ ചെയ്യാനും താല്പര്യമുള്ള ലോകത്തുള്ള ഏതൊരാൾക്കും എന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങളെ തീർച്ചയായിട്ടും ഞാൻ സപ്പോർട്ട് ചെയ്യും. ഈ ഒരു സ്ട്രാറ്റജി വിജയിക്കേണ്ടത് എൻ്റെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെ ആവശ്യമാണ്. കാരണം ഇതുപോലെ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഉള്ള ജോലി താല്പര്യമില്ലാതെ വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെന്നോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണമെന്നോ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി, ഒരു മെത്തേഡാണ് ഞാൻ ഇതിലൂടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി, ഈ ഒരു മെത്തേഡ് വിജയിക്കേണ്ടത് എൻ്റെ മാത്രമല്ല, നമ്മുടെ ഇതേപോലെയുള്ള ഒരുപാട് ആളുകളുടെ ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ ഒരു സ്ട്രാറ്റജി വിജയിപ്പിക്കാൻ നോക്കാം. കാരണം ഇത് എനിക്ക് മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടാവുന്ന ഒരു സ്ട്രാറ്റജിയാണിത്. അപ്പോൾ എൻ്റെ ഈ സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊന്ന് സപ്പോർട്ട് അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ഇടുന്നതിലൂടെ എൻ്റെ ആദ്യത്തെ വാലറ്റ് കിട്ടാനുള്ള ഒരു അവസരവും കൂടി നിങ്ങൾക്കുണ്ട്. അതായത് എനിക്കും ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു 5 വർഷം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിനേക്കാളും ഭാഗ്യമുണ്ടെങ്കിൽ ഒരു 3 വർഷം കഴിഞ്ഞിട്ടോ ഈ ഒരു സ്ട്രാറ്റജി വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കും ലാഭമുണ്ടാവും, അതുപോലെ തന്നെ നിങ്ങൾക്കും ലാഭമുണ്ടാവും. സോ വീണ്ടും വേറൊരു ലൊക്കേഷനിൽ എവിടെയെങ്കിലും വെച്ച് കാണാം. എൻ്റെ കൂടെ നിന്ന് 2-3 പേരുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റൊരു ലൊക്കേഷനിൽ വീണ്ടും കാണാം. പിന്നെ ഇവിടെ പുഴയുടെ തീരത്ത് വന്നാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഭയങ്കര കാറ്റാണ്, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും, എന്നോട് ക്ഷമിക്കണം. അപ്പോൾ വീണ്ടും മറ്റു വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ.